വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് ഗംഭീര തുടക്കം. അയർലൻഡിനെ എറിഞ്ഞിട്ട് ഇന്ത്യൻ ബൗളിംഗ് നിര. എല്ലാ ക്രിക്കറ്റ് വാർത്തകളും അപ്ഡേറ്റുകളും ഉടനടി നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ന്യൂയോർക്കിലെ കഠിനമായ ബൗളിംഗ് പിച്ചിൽ ടോസ് ലഭിച്ച ഇന്ത്യ ബൗളിംഗ് തിരഞ്ഞെടുത്തു. മൂന്നാമത്തെ ഓവറിൽ തന്നെ 2 ഓപ്പണേഴ്സിൻ്റെയും വിക്കറ്റ് നേടി അർഷദീപ് നല്ലൊരു തുടക്കം നൽകി. പുറകെ വന്ന അയർലൻഡ് ബാറ്റേഴ്സിൻ്റെ വിക്കറ്റുകൾ ഇന്ത്യ പെട്ടെന്ന് തന്നെ നേടിക്കൊണ്ട് അവരുടെ ബാറ്റിംഗ് നിരയെ എറിഞ്ഞിട്ടു. അയർലൻഡ് താരം ഡെലനിക്ക് മാത്രമാണ് 20 കടക്കാൻ സാധിച്ചത്. 16-ാം ഓവറിൽ ഡെലനിയുടെ റണ്ണൌട്ടിൽ ടീം ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഹാർദിക് 3 വിക്കറ്റും ബുംറയും അർഷദീപും 2 വിക്കറ്റും സിറാജും അക്സറും 1 വിക്കറ്റും നേടി. IPLലെ മോശം പെർഫോമൻസിൽ നിന്ന് നല്ലൊരു തിരിച്ചുവരവാണ് ഹാർദിക് വാമപ്പ് മാച്ചിലും ഈ മാച്ചിലുമായി കാഴ്ചവെക്കുന്നത്. ബാറ്റിംഗിലും ബൗളിംഗിലും ഒരേപോലെ മികവ് പുലർത്താൻ താരത്തിന് സാധിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ബാറ്റിംഗ് രോഹിതും കോഹ്ലിയും ചേർന്നാണ് ഓപ്പൺ ചെയ്ത്. എന്നാൽ 3-ാം ഓവറിൽ 1 റൺ നേടി കോഹ്ലി ഔട്ടായി. 1 ഡൗണായി എത്തിയ പന്ത് രോഹിതിനോടൊപ്പം നിന്ന് 54 റൺസിൻ്റെ പാർട്ണർഷിപ്പ് ഉണ്ടാക്കി ഇന്ത്യക്ക് വിജയം നേടിക്കൊടുത്തു. ഹാഫ് സെഞ്ചുറി നേടിയ രോഹിത് റിട്ടയേർഡ് ഹർട്ട് ആയാണ് കയറിപ്പോയത്. പിന്നീട് വന്ന സൂര്യകുമാറിൻ്റെ വിക്കറ്റും ഉടനെ തന്നെ നഷ്ടപ്പെടുകയായിരുന്നു. അവസാനം പന്തിൻ്റെ ഫിനിഷിങ്ങിൽ ഇന്ത്യക്ക് 8 വിക്കറ്റിൻ്റെ ഒരു വലിയ വിജയം നേടിക്കൊടുത്തു. പന്ത് മാച്ചിൽ 36 റൺസിൽ നോട്ടൌട്ടായി നിന്നു. കളിയിലെ മാൻ ഓഫ് ദി മാച്ച് 3 ഓവറിൽ 1 മെയ്ഡൻ ഉൾപ്പെടെ വെറും 6 റൺസ് വിട്ട് നൽകി 2 വിക്കറ്റ് സ്വന്തമാക്കിയ ബുംറയാണ്. അയർലൻഡിന് വേണ്ടി വൈറ്റും അഡെറും ചേർന്ന് 1 വിക്കറ്റ് വീതം നേടിയെടുത്തു. ഇന്ത്യയുടെ അടുത്ത മാച്ച് പാകിസ്ഥാനുമായി ജൂൺ 9-നാണ്.